യെസ്, CPM-ൻ്റെ പ്രതിനിധിയോടാണ് ചോദ്യം. എന്തായാലും SIT അന്വേഷണം തൃപ്തികരമാണ്, അന്വേഷണത്തിൽ പുരോഗതിയുണ്ട് എന്നാണ് റിട്ടയർഡ് SP പറയുന്നത്. മാത്രമല്ല, തൊണ്ടി മുതൽ കണ്ടെടുത്തു, അത് SITക്ക് അഭിമാനിക്കാൻ വക നൽകുന്നു എന്ന് പറയുന്നു ശ്രീ രവിശങ്കർ. പക്ഷേ എങ്കിലും നോക്കൂ, ഇപ്പോൾ നേരത്തെ അവിടെ ദേവസ്വത്തിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് രാധാകൃഷ്ണൻ സാർ. അദ്ദേഹം പറയുന്നത് ഇതൊന്നുമല്ല, അവിടെ നടന്ന കൊള്ള ഇതൊന്നുമല്ല, കൊള്ളയുടെ ആഴം ഇതൊന്നുമല്ല, അതിന് മതിയായ പരിശോധന വേണം. സമയമെടുത്താണെങ്കിലും അങ്ങനെ ഒരു പരിശോധനയിലൂടെ മാത്രമേ ഇത് പുറത്തു കൊണ്ടുവരാൻ പറ്റൂ, ഈ കൊള്ള കവർച്ച പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നത് CPM ആണ്, തലപ്പത്തിരുന്നത് CPM-കാരാണ്. അപ്പോൾ നോക്കൂ, ദേവസ്വം മന്ത്രി ഇന്ന് ആഹ്ലാദം പ്രകടിപ്പിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. വലിയ വലിയ കൊള്ളകളിലേക്ക് അന്വേഷണം പോവേണ്ടതല്ലേ? നമസ്കാരം സാർ. നമസ്കാരം സാർ, കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമസ്കാരം, കുറ്റമറ്റ രീതിയിൽ ഈ കേസ് അന്വേഷിക്കും, യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി നിയമസഭയിലടക്കം പറഞ്ഞു. കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു, നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അന്ന് നിങ്ങൾ പറഞ്ഞു, ഈ ഏജൻസി അല്ല, പുറത്തുനിന്നൊരു ഏജൻസിയെ, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഇന്ന് നിങ്ങൾ പറയുന്നു അന്വേഷണം ശരിയായ വഴിക്കാണ് പോയിരിക്കുന്നത്, ആ കുറ്റവാളികളിൽ തൊണ്ടി മുതലടക്കം കണ്ടെടുത്തിരിക്കുന്നു. ഇന്ന് അങ്ങയുടെ തന്നെ ഒരു നേതാവ്, മുൻപ് കോൺഗ്രസിൻ്റെ നേതാവും ഒക്കെ ആയിരുന്ന രാധാകൃഷ്ണൻ സാറ് പറഞ്ഞത്, ഈ മുതൽ കട്ടതിൽ തന്ത്രിക്ക് പങ്കുണ്ട്, പൂജാരിക്ക് പങ്കുണ്ട്, എങ്ങനെ ഇതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും? അപ്പോൾ എംബ്രാൻ അല്പം കട്ടുപതിച്ചാൽ അമ്പലവാസികൾ ആകെ കക്കും എന്ന പഴഞ്ചൊല്ല അന്വർത്ഥമാവുകയല്ലേ? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചപ്പോൾ ബെല്ലാരിയിലെ ഗോവർദ്ധനൻ്റെ വീട്ടിലേക്ക് പൂജയ്ക്ക് പോയിരിക്കുന്നു ഇവിടെ ശബരിമലയിലെ തന്ത്രി. ആ ഗോവർദ്ധനൻ്റെ വീട്ടിൽ നിന്നും ശബരിമലയിൽ കാണാതായ സ്വർണം കണ്ടെടുത്തിരിക്കുന്നു. എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ഈ ചർച്ചയിൽ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചു, തന്ത്രി അറിയാതെ അവിടെ ഒരു കാര്യവും നടക്കില്ല എന്ന്. അന്ന് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ചില ആളുകൾ പറഞ്ഞു, വരുന്ന ദിവസങ്ങളിൽ CPM എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വരുന്നത് എന്ന് ശശികല ടീച്ചർ അടക്കം, അന്ന് എനിക്ക് തോന്നുന്നു മറ്റ് ഒരു വക്കീൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം അടക്കം പറഞ്ഞു. ഇപ്പോൾ കാര്യങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു? ഈ പറയപ്പെടുന്ന സ്വർണമായാലും വാജിവാഹനമായാലും എല്ലാം തന്ത്രിയുടെ കൈവശത്തു കൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നമ്മളെ പ്രതിയാക്കിയതായിട്ടോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിരിക്കുന്നതായിട്ടോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഞാൻ ഇന്നലെയും നിങ്ങൾ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്, നമ്മുടെ പാർട്ടിക്ക് ദോഷമുണ്ടാവുന്ന, അപമാനമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തുമില്ലെന്നാണ്. നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, എന്തെങ്കിലും അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നു. അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അംഗങ്ങളോ അടിച്ചുകൊണ്ടുപോയി കാണില്ല. കമ്മീഷനാണ് സഖാവേ, കമ്മീഷനാണ്. കമ്മീഷൻ വാങ്ങിയവർ പറയോ എനിക്ക് കമ്മീഷൻ കിട്ടിയെന്ന് പറയും? കണ്ടെത്തട്ടെ സാർ, വളരെ മികച്ച അന്വേഷണ ഏജൻസിയാണ് എന്ന് അങ്ങ് തന്നെ അങ്ങയുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാനലിലെ ബഹുമാന്യരായ വ്യക്തികളടക്കം പറഞ്ഞിരിക്കുന്നു. വളരെ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. കൊള്ളാവുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത്. പുരോഗതിയുണ്ട് എന്ന് പറഞ്ഞത്. എന്റെ അഭിപ്രായമായിട്ട് അതിനെ കാണരുത്. എനിക്കിപ്പോഴും SIT-യിൽ ചില സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ പരാമർശിച്ചതാണ്. സാറിന്റെ അഭിപ്രായമായിട്ടല്ല പറഞ്ഞത്, സാറിന്റെ അഭിപ്രായം. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ ഒന്ന് ഞാൻ പറയാൻ സമ്മതിച്ചോട്ടെ. സാറിന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞില്ല, റിട്ടയർഡ് SP-യുടെ അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ അന്വേഷണത്തിൽ വളരെ പുരോഗതിയും തൃപ്തിയുമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ 7:38 വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ അന്വേഷണ സംഘം, അല്ലെങ്കിൽ നമ്മുടെ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തെ കേരള ഗവൺമെൻറ് വളരെ ക്രിയാത്മകമായി ആ അന്വേഷണത്തോട് സഹകരിച്ച് ആരാണ് ഈ കള്ളത്തരം കാണിച്ചത് എന്ന്
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭയവുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അമ്പലങ്ങളിൽ നിന്ന് മോഷ്ടിച്ച് ഉണ്ടാക്കിയ മുന്നണിയൊന്നുമല്ല. നിങ്ങൾ നിശ്ചലമായി പറഞ്ഞു. എനിക്ക് മുമ്പ് സംസാരിച്ച ഏതോ ഒരു ബഹുമാനി നിരീശ്വരവാദികൾ ഭരിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി സാറല്ല. എനിക്ക് മുമ്പ് സംസാരിച്ച ആളെന്ന് ഞാൻ പറഞ്ഞോളൂ. സാർ നമ്മുടെ സാറ് സംസാരിച്ചത് ഞാൻ പറഞ്ഞില്ല. അല്ല, അമ്പലങ്ങളിൽ നിന്നും മോഷ്ടിച്ചുണ്ടാക്കിയ മുന്നണിയാണ് LDF എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓർക്കുന്നില്ല. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. അപ്പൊ സഖാവിന് ഇനി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറയാം. താങ്കളാണ് വ്യക്തമാക്കേണ്ടത്. അഭിപ്രായം ഇല്ല. ഞാനൊന്ന് പറഞ്ഞു. നമ്പ്യാർ സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ സാർ. നമ്പ്യാർ സാർ, നിരീശ്വരവാദികൾ അമ്പലം ഭരിച്ചാൽ അപകടം സംഭവിക്കും എന്ന് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞോളൂ. നിരീശ്വരവാദിയായ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അമ്പലമല്ല ഇല്ലാതായോ? നിരീശ്വരവാദിയായ സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളം ഭരിച്ചുകൊണ്ട് കേരളത്തിലെ അമ്പലമല്ല ഇല്ലാതായോ? 920 മുതൽ ഇന്ന് വരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞങ്ങൾ വലിയ പാർട്ടി ഒന്നുമല്ല, ഇന്ത്യയിലെ ചെറിയ പാർട്ടിയാണ്. പക്ഷേ കേരളത്തിൽ ഞങ്ങൾ ഏറെ തവണ ഈ നാട് ഭരിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് 2 സംസ്ഥാനങ്ങൾ ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എല്ലാ അമ്പലങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു, അല്ലെ ആരാധനാലയങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവിടെ എവിടെയെങ്കിലും അനാവശ്യമായി ഇടപെട്ടോ? ആരാധനാലയങ്ങൾ നശിപ്പിക്കില്ലല്ലോ. കാരണം ആരാധനാലയങ്ങളിലാണല്ലോ നിങ്ങളുടെ കണ്ണ്, ആരാധനാലയങ്ങളിലെ ഭണ്ഡാരത്തിലാണല്ലോ നിങ്ങളുടെ കണ്ണ്. അതുകൊണ്ട് നശിപ്പിക്കില്ലെങ്കിലും നിങ്ങൾ വളർത്തിയുള്ളൂ. കാരണം അതിനനുസരിച്ചല്ലേ കമ്മീഷൻ വരുന്നത്. ആരാധനാലയങ്ങളിലെ കണ്ണ് അങ്ങയുടെ പ്രസ്ഥാനത്തിനാണ്. ആരാധനാലയങ്ങളിലെ കണ്ണ് അങ്ങയുടെ പ്രസ്ഥാനത്തിനാണ്. ആരാധനാലയങ്ങളെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയുക്തമാക്കാമെന്ന് അന്വേഷിച്ചത് അങ്ങയുടെ പാർട്ടിയാണ്. ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തത്, ദേവസ്വം ബോർഡ് ഭരിച്ചത് BJP ആണ്. ദേവസ്വം ബോർഡ് ഭരിച്ചത് BJP ആണ്. പ്രിയപ്പെട്ട സഖാവെ, CPM നേതാവ് മുൻ MLA A പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ കൊള്ള നടന്നത്. എന്നിട്ട് നിങ്ങൾ ഈ ചാരിത്ര പ്രസംഗം നടത്തിയാലോ? CPM-ന്റെ നേതാവ് മുൻ MLA A പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ കൊള്ള, ഈ കവർച്ച നടന്നത്. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം പത്മകുമാറിനും ദേവസ്വം ബോർഡിനും ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ശ്രീ പത്മകുമാർ ശുദ്ധൻ. സാർ എന്റെ ചർച്ചയിൽ മാത്രമാണ് എപ്പോഴും കയറി ഇടപെടുന്നത്. കാരണം അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇടപെടുന്നത് ശരിയല്ല സാർ. അങ്ങനെ ശരിയല്ല സാർ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സഖാവ് A പത്മകുമാർ ഈ കേസിൽ സ്വർണം മോഷ്ടിച്ചു വന്ന് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടോ? അന്വേഷണം തുടങ്ങിയല്ലേ ഉള്ളൂ. ജാഗ്രത കുറവുണ്ടായി. മുരാരി ബാബുവിനെയും കൊണ്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ മുരാരി ബാബുവിൽ സമ്മർദ്ദമൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരുപക്ഷെ പത്മകുമാറും വാസു ഒക്കെ പെടും. മുരാരി ബാബു CPM ആണോ? മുരാരി ബാബു CPM അല്ലേ? മുരാരി ബാബു CPM അല്ലേ? മുരാരി ബാബു കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ CPM-ന്റെ സംഘടനയാണല്ലോ. ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ കമ്മിറ്റി അംഗമാണ്. തെറ്റിദ്ധരിപ്പിക്കാതെ സാർ. ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ CPM-ന്റെ സംഘടനയല്ലേ? ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഞാൻ പറയുന്ന ഒരു വാക്ക് സാർ ഒന്ന് കേൾക്കൂ, എന്നിട്ട് സാർ മറുപടി പറയൂ. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന ഭാസ്കരൻ നായർ സാറിന്റെ ADC ആയി നടന്ന ഒരാൾ, അദ്ദേഹത്തിന് ദേവസ്വത്തിൽ പണി കിട്ടുന്നു. അദ്ദേഹം പലവിധ സന്ദർഭങ്ങൾ ഉപയോഗിച്ച് ദേവസ്വത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് ചെല്ലുന്നു. ഇതിൽ CPM-ന് എന്ത് പങ്കാ സാർ? അയാളെ പിടിച്ചോണ്ട് പോകണം, അയാളെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇറക്കാൻ ചെന്നോ? എല്ലാ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് മുരാരി ബാബു ശക്തനായത്, പ്രബലനായത്. ശ്രീ രവിശങ്കർ, തെറ്റിദ്ധരിപ്പിക്കരുത്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. CPM അധികാരത്തിലെത്തിയതിനു ശേഷമാണ് മുരാരി ബാബു പ്രബലനായത്. മാത്രമല്ല, മുരാരി ബാബുവിനെ ഇടനിലക്കാരനായി കഴിഞ്ഞാൽ പാർട്ടിക്കും അതുപോലെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ നല്ല ആദായം കിട്ടും എന്ന ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ഓരോ തസ്തികയിലും പ്രതിഷ്ഠിച്ചത്. അതിന് അംഗീകാരമൊന്നുമില്ല കേട്ടോ അയാൾക്ക്. ആ യോഗ്യതയൊന്നും ഇല്ല അദ്ദേഹത്തിന്.